ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഡീഫോൾട്ട് സെറ്റിംഗ് ആയിട്ട് കിടക്കുന്നത് നിങ്ങൾ കാറിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ആക്ച്വലി ബൈക്കിലാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾ ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്യുന്നു, നിങ്ങൾ അത് കാണിച്ച വഴിയിലൂടെ ബൈക്കിൽ സഞ്ചരിച്ചു പോകുന്നു. നിങ്ങൾ വേഗത്തിൽ സഞ്ചരിച്ചു പോകുമ്പോൾ അതൊരു കുടുസ് വഴിയാണ് എന്ന് കരുതൂ. ബൈക്കിൽ ആകുമ്പോൾ നമുക്ക് കുടുസുകളിലൂടെ വേഗത്തിൽ സഞ്ചരിച്ച് പോകാൻ സാധിച്ചേക്കും. പക്ഷേ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാറിലാണ് പോകുന്നത് എന്നാണ്. അപ്പോൾ സെർവറിന് മനസ്സിലാകുന്നത് നിങ്ങൾ പോകുന്ന റൂട്ടിലൂടെ ഒരു കാറിന് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വേഗത്തിൽ പോകാൻ കഴിയും എന്നാണ്. അല്ലാതെ നിങ്ങൾ പോകുന്ന വാഹനത്തെ നോക്കാനൊന്നും അവിടെ സംവിധാനങ്ങളില്ല. നിങ്ങൾ നിങ്ങളുടെ ലൊക്കേഷൻ ഷെയർ ചെയ്തുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ഡിവൈസ് സഞ്ചരിക്കുന്ന വേഗം മാത്രമാണ് അതിന് മനസ്സിലാകുന്നത്, അതിൻ്റെ സ്ഥാനവും അതിൻ്റെ വേഗവും. അങ്ങനെ ഒരു 10 പേര് ഇതുപോലെ കാറിൻ്റെ ഓപ്ഷൻ ഇട്ടുകൊണ്ട് ബൈക്കിൽ ഒരു കുടുസ് വഴിയിലൂടെ പോയി എന്ന് കരുതുക. സെർവറിന് മനസ്സിലാകുന്നത് കാറിന് ആ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന ഒരു റോഡാണ് അവിടെ ഉള്ളത് എന്നാണ്. തീർച്ചയായിട്ടും ഇത് കാറിൽ വരുന്ന ഒരാളെ അടുത്ത തവണ